മകരവിളക്ക് ഉത്സവകാലത്ത് ദശലക്ഷക്കണക്കിന് ഭക്തരാണ് എല്ലാ വർഷവും ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചേരുന്നത്. അയ്യപ്പസ്വാമിയുടെ മനുഷ്യ അവതാരത്തോളം പഴക്കം ചെന്നതാണ് പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രോൽപത്തിയെക്കുറിച്ചുള്ള കേട്ടറിവുകളും. പന്തളം രാജാവ് ശബരിമല ക്ഷേത്രത്തിൻ്റെ മാതൃകയിൽ നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രമെന്ന് വിശ്വാസം. അച്ചൻകോവിലാറിൻ്റെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നു എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. മണികണ്ഠൻ എന്ന ശ്രീ അയ്യപ്പൻ സ്വന്തം ശൈശവവും യൗവനവും ചെലവഴിച്ച് സ്ഥലം എന്ന നിലയിൽ ഭക്തജനലക്ഷങ്ങൾ ഈ ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തുന്നു. ശബരിമല ദർശനത്തിന് മുമ്പ് വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് പതിവാണ്. ഈ പതിവ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ദശലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഒരു ശീലമായി മാറിയിരിക്കുന്നു. മകരവിളക്ക് ദിവസം ശബരിമല ശ്രീ അയ്യപ്പൻ്റെ വിഗ്രഹത്തിൽ ചാർത്തുന്ന തിരുവാഭരണം സൂക്ഷിച്ചിരിക്കുന്നത് ഈ പന്തളം ക്ഷേത്രത്തിൻ്റെ തൊട്ട് വടക്ക് ഭാഗത്തുള്ള ഒരു പ്രദേശത്താണ്. മകരവിളക്കിന് 2 മാസം മുമ്പ് മാത്രമായിരിക്കും തിരുവാഭരണം സൂക്ഷിച്ചിരിക്കുന്ന പെട്ടികൾ തുറന്ന് ഭക്തർക്ക് ദർശനം അനുവദിക്കുന്നത്. തിരുവാഭരണം വഹിച്ചുകൊണ്ടുള്ള ഭക്തിലഹരിയിൽ മുങ്ങിയ ഘോഷയാത്ര മകരവിളക്കിന് 3 ദിവസം മുമ്പ് പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്ന് ശബരിമലയിലേക്ക് പുറപ്പെടും. തിരുവാഭരണ ഘോഷയാത്ര തുടങ്ങും മുമ്പ് ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്ന കൃഷ്ണപ്പരന്ത് യാത്ര തുടങ്ങാനുള്ള ദൈവിക സൂചനയെന്നാണ് ഇവിടെയുള്ള പഴമക്കാർ പറയുന്നതും വിശ്വസിക്കുന്നതും. തിരുവാഭരണ ഘോഷയാത്രയോടൊപ്പം പന്തളം കൊട്ടാരത്തിലെ മുതിർന്ന അംഗവും ശബരിമലയിലേക്ക് പോകുന്നു. അയ്യപ്പസ്വാമിയുടെ പിതാവിൻ്റെ സ്ഥാനമാണ് ഇദ്ദേഹത്തിനുള്ളത്. അയ്യപ്പസ്വാമിയെക്കുറിച്ച് നിരവധി ഐതിഹ്യ കഥകളുണ്ട്. അതിലേറ്റവും പ്രചാരമുള്ളത് പന്തളം രാജാവിൻ്റെ വളർത്ത മകനായ അയ്യപ്പനെക്കുറിച്ച് തന്നെയാണ്. രാജരാജശേഖരൻ പന്തളം രാജാവായിരുന്ന കാലത്ത് നടന്ന ഒരു സംഭവമാണ് ഈ കഥയ്ക്ക് ആധാരമെന്ന് പറയപ്പെടുന്നത്. വലിയ കോയിക്കൽ ക്ഷേത്രത്തിന് ചുറ്റും തന്നെയാണ് ഇവിടുത്തെ രാജകുടുംബ അംഗങ്ങൾ താമസിക്കുന്നത്. ഇവിടെ ഈ രാജകൊട്ടാരത്തിലേക്ക് ഭക്തജനങ്ങൾക്ക് പ്രവേശനമുണ്ട്. ചില ദിവസങ്ങളിൽ നമുക്ക് പ്രവേശിക്കാനാവില്ല. അതിനകത്ത് സാളഗ്രാം വെച്ച് പൂജിക്കുന്ന സന്ദർഭങ്ങളൊക്കെ ധാരാളമായിട്ട് ഉണ്ട്. പുതുതായി ചില മണ്ഡപങ്ങൾ ഇവിടെ പണി കഴിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഗാനഗന്ധർവനായ ഡോക്ടർ KJ യേശുദാസാണ് ഈ മണ്ഡപത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. ഭഗവാൻ അയ്യപ്പൻ്റെ പുണ്യഭൂമിയായ ഈ പന്തളം വലിയ കോയിക്കൽ കൊട്ടാരവും ക്ഷേത്രവും ഭക്തജനങ്ങൾക്ക് എന്നും എപ്പോഴും സന്ദർശിച്ച് സായുജ്യമടയാവുന്നതാണ്. ഈ അച്ചൻകോവിലാറിൻ്റെ തീരത്ത് ഈ പുണ്യമായ ഈ സ്ഥലം, ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. സ്വാമിയേ ശരണമയ്യപ്പ.